വിദ്യ വൈഎസ് അവരുടെ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന മില്യണിലാണ്. ഇപ്പൊ ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കോടിയിലാണ്. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 380 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 411 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 7% റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 363 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 5% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ 383 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 413 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 7% ടോട്ടൽ ഇൻകം ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 364 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 5% ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 369 കോടിയാണ്. ആണ് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 397 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 7% എക്സ്പെൻസ് കുറഞ്ഞതായിട്ട് കാണാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ എക്സ്പെൻസ് എത്രയായിരുന്നു? 353 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 4% എക്സ്പെൻസ് കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 14 കോടിയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 15 കോടിയാണ് വരുന്നത്. അപ്പം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഒരു 9% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ക്വാർട്ടറിൽ. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയായിരുന്നു? 10 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 36% പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ഇയറിൽ കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 10 കോടിയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 12 കോടിയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഒരു 13% നെറ്റ് പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യലിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 8 കോടിയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 27% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് ഈ വർഷം കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ EPS നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ EPS ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 0.65 പൈസയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 0.75 പൈസയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 13% EPS കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ EPS ഏർണിംഗ് പെർ ഷെയർ എത്രയായിരുന്നു? 0.52 പൈസയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 25% EPS കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണെങ്കിലും ടോട്ടൽ ഇൻകം ആണെങ്കിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെങ്കിലും EPS ആണെങ്കിലും നമുക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നില്ല. കാരണം ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും.